നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയുടെ അസുഖത്തെ പറ്റി ഒരു നടൻ അവരുടെ അസുഖത്തെ പറ്റി അറിഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ രേണുസുതിക്ക് ഇനിയിപ്പോൾ എത്ര പൈസ വന്നാലും ചിലവാകുക കുഴപ്പമില്ല, ഞാൻ അവരെ സഹായിക്കാം, ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിലെ ഒരു നടനാണ്, ജനപ്രിയ നടനാണ്, നായകനാണ്. കുറച്ച് കാലങ്ങളൊക്കെ അദ്ദേഹം പല വിവാദങ്ങളിലും ഒക്കെ പെട്ടിട്ട് അദ്ദേഹം വിമർശനങ്ങളിലൊക്കെ മലയാള സിനിമ തന്നെ അദ്ദേഹം വിമർശിച്ച്, അതുപോലെ മലയാളി പ്രേക്ഷകർ തന്നെ അദ്ദേഹത്തെ വിമർശിച്ച് ഒഴിവാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി തന്നെയാണ് അദ്ദേഹം ഇപ്പം രേണുസുതിയുടെ കാര്യത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം മറ്റാരുമല്ല, നമ്മുടെ ദിലീപാണ്. അപ്പോൾ ദിലീപേട്ടൻ ഇങ്ങനെ ഈ രേണുസുതിയുടെ വിവരമൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ മല്ലു ഹേ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ചാനലാണ്, യൂട്യൂബ് ചാനലാണെന്ന് തോന്നുന്നു. അതിലാണ് ഇപ്പോൾ ഈ വാർത്ത കണ്ടത് ഞാൻ. എന്തായാലും നല്ല കാര്യം, അങ്ങനെ അദ്ദേഹം രംഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അത്ര നല്ലത്. എനിക്ക് രേണുസുതിയോട് പറയാനുള്ളത്, പഴയ പോലുള്ള ആ കുംഭാസൊക്കെ ഒഴിവാക്കിയിട്ടൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനപ്രിയ നായകനായ ദിലീപ് അദ്ദേഹം കുറച്ചു കാലം ജനങ്ങളുടെ ഇടയിൽ നിന്ന് വിമർശനങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ എല്ലാവരും വെറുത്തിരുന്നതാണ്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ രേണുസുതിയുടെ അസുഖത്തെ പറ്റി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ സഹായിച്ചോളാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ രേണുസുതിക്ക് ക്യാൻസർ എന്ന രോഗം ബാധിച്ചതിനെ തുടർന്നും വലിയ രൂപത്തിലുള്ള സപ്പോർട്ടും രേണുസുതിക്ക് ഇതിനോടകം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേരാണ് രേണുസുതിയുടെ അസുഖത്തെ പറ്റിയെല്ലാം തന്നെ അന്വേഷിച്ചും അസുഖം എത്രയും പെട്ടെന്ന് മാറും എന്ന തരത്തിലെല്ലാം തന്നെ വാർത്തകളുമായും ആശ്വാസ വാക്കുകളുമായെല്ലാം തന്നെ രംഗത്ത് വരുന്നത്. ഇതിനോടകം ഒരു പ്രമുഖ താരത്തിന്റെ പേരും ഇതിനോടകം വൈറലാവുകയാണ്. അദ്ദേഹം തനിക്ക് വേണ്ടിയും തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും അതേപോലെ ക്യാൻസർ രോഗത്തിന് വേണ്ടിയും ഒരുപാട് പാവങ്ങളെയും എല്ലാം ഒരുപാട് സഹായിച്ച ആ ഒരു വ്യക്തിയാണ്. താൻ രേണുവിനെ ഏറ്റെടുക്കുന്നു എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും. ആ പ്രമുഖ താരത്തിനെ പറ്റിയുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ചർച്ചയാവുകയാണ്. അതാരാണ് എന്ന് ഇതിനോടകം തന്നെ വലിയ രൂപത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് അത് ആരാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുമുണ്ട്. ഒരുപാട് പാവപ്പെട്ടവർക്ക് വലിയ രൂപത്തിലുള്ള സഹായം ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തു, ഒരുപാട് ക്യാൻസർ രോഗികളെ ചികിത്സിച്ചു. അങ്ങനെ ഒട്ടനേകം സഹായങ്ങൾ തന്നെയാണ് ആ ഒരു നടന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിഷമിക്കുന്നവർക്ക് ആ നടൻ എന്നും ഒരു കൈത്താങ്ങായി നിന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരുപാട് വിമർശനവും രേണുസുതിക്ക് കിട്ടുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ അതെല്ലാം തന്നെ മാറി ഒരുപാട് സ്നേഹവും ഒരുപാട് സഹായങ്ങളും രേണുസുതിക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രേണുവിന്റെ അവസ്ഥ വളരെയധികം മോശമായ രൂപത്തിലേക്ക് പോകുമ്പോഴും ഒരുപാട് പേര് സഹായിക്കാൻ കൂടെയുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസ വാർത്ത. രേണുവിനെ സഹായിക്കുന്ന എല്ലാവർക്കും നല്ലത് മാത്രം കൊടുക്കട്ടെ എന്നും പ്രമുഖർ ആശംസിക്കുകയാണ്. 3ാം സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറെ പറ്റി വലിയ രൂപത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടേ കണ്ടല്ലോ. അപ്പം ഈ ഓൺലൈൻ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ മലയാളികൾക്ക് ആരാ ഈ നടൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. നല്ല പച്ചവെള്ളം പോലെ മനസ്സിലാകും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ദിലീപേട്ടനാണെന്നുള്ളത് മനസ്സിലാവും. കാരണം ദിലീപേട്ടൻ അങ്ങനെ രംഗത്ത് വന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇനിയിപ്പോൾ ആളുകൾ പല രീതിയിലും അദ്ദേഹത്തെ വിമർശിക്കും. അദ്ദേഹം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ ജയിലിൽ പോയ ആളല്ലേ. രേണുസുതിനെ സഹായിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള രീതിയിലൊക്കെ വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നാടങ്ങനാണല്ലോ. പിന്നെ രേണുസുതിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ അധികമായി പോകുമെന്ന് ശ്രമിക്കുക. അധികമായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ചികിത്സിക്കാനുള്ളൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പം ദിലീപേട്ടൻ സഹായിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യം. അങ്ങനെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ കരങ്ങളൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഹെൽപ്പായിട്ട് വന്നത് നന്നായി എന്ന് ഇപ്പോൾ ഈ ഓൺലൈൻ മീഡിയ ആണ് പറയുന്നത്. ഇനി നാളെ എന്നെ ആരും പച്ച തിന്നാൻ വരരുത്. ഹലോ ഹേയ് മല്ലു എന്ന് പറയുന്ന ഒരു ചാനൽ, മല്ലു ഹേയ് അങ്ങനെ എന്താണ് ഒരു പേര്, അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ചിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ വാർത്ത ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ കണ്ട വാർത്തയാണ്. ഇപ്പോൾ സമയം ഇവിടെ 11:45 ചില്ലറയായിട്ടുണ്ടാവും. അപ്പം 12 മണിൻ്റെ അടുത്തായിട്ടുണ്ടാവും. എന്തായാലും
ഇപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഏറ്റവും നല്ല ഒരു ഉപകാരപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനോട് ജനങ്ങളുടെ അഭിപ്രായം എന്താ? ഇനി പല രീതിയിൽ കമൻറ്റുകൾ വരും. അവൻ അങ്ങനെ ആയിരുന്നില്ലേ, അവൻ ഇങ്ങനെ ആയിരുന്നില്ലേ, മലയാള സിനിമയിൽ മറ്റേ ചെയ്തില്ലേ, മറിച്ചേ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകൾ പല രീതിയിലും വരും. എന്തായാലും ഇനിയിപ്പം അങ്ങനെ ഒരു വിവാദത്തിൽപ്പെട്ട് പോയെങ്കിലും പുള്ളിക്കത് ദിലീപേട്ടൻ അങ്ങനെ ഒരു മനസാക്ഷി തോന്നി രംഗത്ത് വരുവാണ് നല്ല കാര്യം. ശരിയെന്നാണ് നിർത്തുന്നു.